ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കുക. ഏകാഗ്രതയോടെ കർത്താവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ഈശോ നമുക്ക് നൽകുന്ന വചനങ്ങളെ ഹൃദയത്തിൻ്റെ നല്ല സ്ഥലത്ത് വിതയ്ക്കപ്പെടുവാൻ കരുണയാകണം എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ആകാശത്ത് നിന്ന് പെയ്യുന്ന മഞ്ഞും മഴയും അതിൻ്റെ ലക്ഷ്യം സാധിക്കാതെ തിരികെ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് അവിടുത്തെ വചനവും. അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാതെ വചനം കടന്നു പോകുന്നില്ല. ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ വചനവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രകാശമായി, വഴികളിൽ വിളക്കായി മാറ്റണമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം 15-ാം തിരുവചനം. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞ് അയക്കരുത്. വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. പുറപ്പാട് 33:15. മോശ യഹോവയായ ദൈവത്തോട് പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞ് അയക്കരുത്. ഇന്ന് നമുക്കും പറയേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒന്ന് തന്നെയാണ്. നീ ഞങ്ങളുടെ കൂടെ ഇന്ന് ഇവിടെ നിന്ന് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ പോകുന്നിടത്തിലേക്ക് വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. പത്രോസ് പറഞ്ഞതുപോലെ ഇവിടെ 3 കൂടാരങ്ങൾ കെട്ടി നമുക്ക് താമസിക്കാം. നീ കൂടെയുണ്ടെങ്കിലേ ഞങ്ങൾ പോകുകയുള്ളൂ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി തീരുകയും ചെയ്യട്ടെ. ആമേൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും നമ്മൾ ആചരിക്കുകയാണ്. തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും നമുക്കും നമ്മുടെ കുടുംബത്തിനും രാജ്യത്തിനും എന്നും ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ കേട്ട വചനം ഒരിക്കൽ കൂടെ നമ്മൾ ധ്യാനത്തിന് ഇന്ന് വിഷയമെടുക്കുന്ന വചനം പുറപ്പാട് 33:15. അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. യഹോവയായ ദൈവത്തോട് മോശ സീനായ് മലയുടെ അടിയിൽ വെച്ച് പറയുന്ന ഒരു കാര്യമാണിത്. അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഒരിക്കലും ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദാന നാട്ടിലേക്ക് ഉള്ള തങ്ങളുടെ യാത്രയിൽ ഒരു നിമിഷം പോലും ഈ ദൈവിക സാന്നിധ്യം അവരെ വിട്ടുപോയിട്ടില്ല. മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ഇസ്രായേൽ ജനതയെ നയിച്ച ദൈവം, ചെങ്കടൽ പിളർന്ന് പരിപാലിക്കുന്ന വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം, പാറ പിളർന്ന് വെള്ളം കൊടുത്ത ദൈവം, മന്ന പൊഴിച്ച് വിശപ്പടക്കിയ ദൈവം, ആ ദൈവം എന്തേ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു? ആ ദൈവം തങ്ങളുടെ കൂടെ ഇല്ലേ? ഒരു നിമിഷം മോശയുടെ ചോദ്യം അതാ, നീ ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ. അതിന്റെ അർത്ഥം ദൈവത്തിന് എന്തോ പിണക്കമായി ഇസ്രായേൽ ജനതയോട്. എന്താണ് ആ പിണക്കത്തിന്റെ കാരണം? ദൈവം ഇത്രയും നാൾ അവരുടെ കൂടെ നടന്നിട്ട് ഈ സീനായ് മലയുടെ അടിയിൽ വെച്ചുകൊണ്ട് ദൈവം മോശ പറയുക, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. പശ്ചാത്തലം വളരെ വ്യക്തമാ.
ദൈവം മോശയെ സീനായി മലയിലേക്ക് 10 കൽപ്പനകൾക്ക് വേണ്ടി വിളിച്ചിരുന്നു. ദൈവവുമായിട്ടുള്ള ആ അടുത്ത ചേരിൽ നിന്ന് മോശ സീനായി മലയിലേക്ക് കയറിപ്പോയി. ഇസ്രായേൽ ജനത സീനായി മലയുടെ അടിയിൽ മോശയ്ക്ക് വേണ്ടി കാത്തിരുന്നു. വളരെ നാളുകൾ കഴിഞ്ഞിട്ടും മോശയെ തിരിച്ചു കണ്ടില്ല. ഇസ്രായേൽ ജനത പറഞ്ഞു, മോശയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അഹ്റോനെ, ഈജിപ്തിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ഒരു ദേവനെ ഞങ്ങൾക്ക് വേണം. ഇത്രയും നാൾ അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി ഞങ്ങളെ നയിച്ചിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യമില്ലിപ്പോൾ. ഇനിയിപ്പോൾ ഇസ്രായേൽ ഈ ഈജിപ്തുകാര് അവരുടെ ദേവന്മാരെ ഉണ്ടാക്കി വെച്ചതുപോലെ എന്തെങ്കിലും ഒരു ദേവനെ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ പറ്റില്ല. അപ്പോൾ അഹ്റോൻ എന്ത് ചെയ്തു? ഇസ്രായേൽ ജനതയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണമെല്ലാം എടുത്ത് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി, ഇതാണ് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ച ദൈവമെന്ന് പറഞ്ഞ് ബലികളും കാഴ്ചകളും അർപ്പിച്ച് അതിന്റെ ചുറ്റും മുമ്പ് ആടിപ്പാടി തികവെക്കുന്ന ഒരു സംഭവമുണ്ട് പഴയ നിയമത്തിൽ. ദൈവമായ യഹോവ ഇത് സ്വർഗത്തിൽ നിന്ന് കാണുന്നു. അവിടുന്ന് മോശയോട് പറയുന്നു, മോശേ, ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന ജനം ഇതാ ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് അതിന്റെ ചുറ്റും നിന്ന് ഈജിപ്തിൽ നിങ്ങളെ രക്ഷിച്ച ദൈവം ഇതാണെന്ന് പറഞ്ഞ് നൃത്തം ചെയ്യുന്നു. നീ ഇറങ്ങിച്ചെല്ലണം. മോശ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച മോശയെ പോലും വേദനിപ്പിച്ചു. ദൈവം തന്റെ കൈകൊണ്ട് എഴുതിയെടുത്ത് തന്നിരുന്ന ആ 10 കൽപ്പനകളുടെ കല്ലുകൾ മോശ എറിഞ്ഞ് താഴേക്ക് എറിഞ്ഞിട്ട് ഇസ്രായേൽ ജനതയുടെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, നിങ്ങൾ മഹാപാപം ചെയ്തിരിക്കുന്നു, നിങ്ങളൊരു വലിയ പാപം ചെയ്തിരിക്കുന്നു. കാരണം നിങ്ങളെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച സർവശക്തനായ ദൈവത്തെ ഉപേക്ഷിച്ച് നിങ്ങൾ ഈ കാളകൾക്ക് ബലിയിറക്കി വലിയൊരു പാപം നിങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മോശയോട് ദൈവം പറയുന്നുണ്ട്, ഇവരെല്ലാവരും പാപം ചെയ്തു, ഇനി നിങ്ങളുടെ കൂടെ ഞാൻ വരികയില്ല, ഇസ്രായേൽ ജനതയുടെ കൂടെ ഞാൻ ഇനി വരികയില്ല. ദൈവം പറയുക, സിനായി മലയുടെ ചോട്ടിൽ വെച്ചുകൊണ്ട് ദൈവം പറയുന്നു, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ വരികയില്ല. മോശ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പറയുന്നു, ദൈവം മോശയോട് പറഞ്ഞു, നീ എനിക്ക് പ്രീതിപ്പെട്ടവനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്, നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, നിന്റെ കൂടെ ഞാൻ വരാം. മോശ പറഞ്ഞു, വേണ്ട, എന്റെ കൂടെ ആയിട്ട് നീ വരണ്ട. ദൈവം പറഞ്ഞു, ഇസ്രായേൽ ജനതയുടെ കൂടെ ഒരു നിമിഷം ഞാൻ സഞ്ചരിച്ചാൽ അവരെ ഞാൻ നശിപ്പിക്കും. കാരണം അവർ ദുശാഠ്യമായ ജനതയാണ്. ഒരു നിമിഷം അവരുടെ കൂടെ ഞാൻ സഞ്ചരിച്ചാൽ അവരെ ഞാൻ നശിപ്പിക്കും. വചനം പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ അത്രമാത്രം ദുശാഠ്യം കാണിച്ച ഒരു ജനതയ്ക്ക് വേണ്ടി മോശ പറയുന്ന ഇതാണ്, അങ്ങ് ഞങ്ങളോട് കൂടെ വരുന്നില്ലെങ്കിൽ, എന്റെ കൂടെ നല്ല പറഞ്ഞത്, ഇസ്രായേൽ ജനത്തിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഈ സീനായി മലയിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞയക്കരുത്. സ്നേഹമുള്ളവരെ, മോശയുടെ പ്രാർത്ഥന, മോശയുടെ ആഗ്രഹം എത്രയോ ശ്രേഷ്ഠമാണ്. ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ, അവിടുത്തെ സംരക്ഷണമില്ലാതെ ഒരു ചുവട് പോലും ഞങ്ങൾക്ക് വെക്കുവാനാകില്ല, ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല എന്ന് മോശ ദൈവത്തോട് തന്നെ പറയുകയാണ്. ഇന്ന് നമ്മളോടും ഇതേ ചോദ്യം ചോദിക്കുകയാണ്. ദൈവം കൂടെയില്ലാതെ ഒരു ചുവടെങ്കിലും നമുക്ക് മുൻപോട്ട് വെക്കുവാൻ പറ്റുമോ? അവിടുത്തെ സാന്നിധ്യവും സംരക്ഷണമില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് മുൻപോട്ട് വെക്കുവാൻ പറ്റുമോ? ഉത്തരം വളരെ വ്യക്തമാണ്, നമുക്കാകില്ല. കാരണം അവിടുത്തെ സംരക്ഷണത്തിന്റെ ചിറകുകൾ നമുക്ക് നേരെ വിരിച്ചു പിടിച്ചില്ലെങ്കിൽ നമ്മൾ തളർന്നു വീഴും, നമ്മൾ എഴുന്നേൽക്കാനാവാത്ത വിധം വീണു പോകും. ദൈവം അതുകൊണ്ട് ഒരു സംരക്ഷണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് സ്നേഹമുള്ളവരെ നമ്മൾ ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
മോശയോട് ദൈവത്തോട് പറഞ്ഞു, എനിക്ക് പറ്റില്ല, ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ, സംരക്ഷണമില്ലാതെ എന്റെ ജീവിതത്തില്, ഇസ്രായേൽ ജനതയുടെ ജീവിതത്തില് ഒന്നും നടക്കുകയില്ല. ദൈവം കൂടെയുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ പറഞ്ഞയച്ചിരിക്കാം. ദാവീദ് രാജാവിന്റെ ജീവിതം ഒരു നിമിഷം നമുക്ക് എടുത്തൊന്ന് പരിശോധിക്കാം. ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഫിലിസ്തീൻകാരുടെ മുൻപിൽ സുന്ദരനായ ഒരു മനുഷ്യൻ, യുവാവായ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുവാനാ? വചനം നമ്മളെ പഠിപ്പിക്കുന്നു, അവന്റെ കുന്തത്തിന് വലിയ നീളമുണ്ട്, അവന്റെ ആ കയ്യിലിരിക്കുന്ന ആയുധത്തിന് 7 ശെക്കൽ ഭാരമുണ്ട്, അവന്റെ മുമ്പിൽ അവന് വേണ്ടി പരിചാരകരുണ്ട്. അങ്ങനെ സംരക്ഷണത്തിന്റെ ഭിത്തി കെട്ടി മല്ലനായ ഈ ഗോലിയാത്തിന്റെ മുമ്പിൽ യുവകോമളനായ ദാവീദ് നിൽക്കുമ്പോൾ ഗോലിയാത്ത് അട്ടഹസിച്ച് പരിഹസിക്കുന്നുണ്ട്. നീ എന്തിനാ വരുന്നത്? ആകാശത്തിലെ പറവകൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണമായി തീരുവാനാണോ മോനെ നീ വരുന്നത്? കാരണം ഈ ചെറിയ മനുഷ്യൻ, എത്രയോ ഇസ്രായേൽ ജനതയെ കൊന്ന മനുഷ്യൻ ഈ ചെറിയ ബാലനോട് പറയുന്ന, ആകാശത്തിലെ പറവകൾക്ക് ഭക്ഷണമായി തീരാനാണോ നീ വരിക? ഈ ഒരു കവണയും പിടിച്ചുകൊണ്ട് പട്ടിയെ കൊല്ലുവാൻ വരുന്നത് പോലെയാണോ നീ എന്റെ നേരെ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫിലിസ്തീൻകാരൻ ദാവീദ് രാജാവിനോട് ആക്രോശിക്കുന്നുണ്ട്. ദാവീദ് പറയുന്നു, ഞാനൊരു ബാലന, എന്റെ കയ്യിൽ നിന്റെ പോലെ കുന്തങ്ങളില്ല, എന്റെ കൈകൾ നിന്നെ പോലെ വലിയ ആയുധങ്ങളില്ല, എനിക്ക് സംരക്ഷണമായിട്ട് എന്റെ ദേഹത്തൊന്നുമില്ല. പക്ഷേ ഞാൻ വരുന്നത് ദൈവമായ യഹോവയുടെ നാമത്തിലാണ്. നിന്റെ കൂടെ ഉള്ളത് ഈ സംരക്ഷണത്തിന്റെ ഭിത്തിയാണെങ്കിൽ, എന്റെ കൂടെയുള്ളത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം, ഇസ്രായേൽ ജനതയെ തന്റെ സ്വന്തമാക്കി കണ്ടെടുത്ത ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. എങ്ങനെ ഈ മനുഷ്യന് പറയാൻ പറ്റി ഞാൻ വരുന്നത് ദൈവത്തിന്റെ നാമത്തിലാണ്? ഇത്രയും ശക്തരായ ഒരു മനുഷ്യന് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ ബാലൻ പറയുക, ഞാൻ വരുന്നത് സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിലാ, അതുകൊണ്ട് ദൈവം ഇന്ന് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നീ പറഞ്ഞില്ല എന്റെ ശരീരം ആകാശത്തിലെ പക്ഷികൾക്ക് കൊടുക്കുമെന്ന്. ഞാൻ പറയുന്നു, ഇതാ നിന്റെ ശരീരം യഹോവയായ ദൈവം ഇന്ന് ആകാശത്തിലെ പക്ഷികൾക്ക് ഭക്ഷണമാക്കി കൊടുക്കും. കാരണം ഞാൻ വരുന്നത് സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിലാണ്. ദൈവം കൂടെയുള്ളപ്പോൾ ശക്തമായി ദാവീദ് പറയുക, ഏത് പ്രതിസന്ധികളുടെ മുൻപിൽ വെച്ചും ദാവീദ് പറഞ്ഞത് ഒന്ന് മാത്രം, ദൈവം എന്റെ കൂടെയുണ്ട്, എനിക്ക് ലോകത്തിൽ ഒന്നിനെയും ഭയപ്പെടാനില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ദൈവിക സാന്നിധ്യത്തിന്റെ അവബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. നമ്മളെ നയിക്കുന്നവൻ, നമ്മുടെ കൂടെയുള്ളവൻ, നമ്മുടെ സംരക്ഷകൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണെന്നുള്ള ചിന്തയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് സന്തോഷമില്ല, സമാധാനമില്ല, ഭയമാണ്. ശക്തമായി നിലയുറപ്പിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ പിന്തിരിഞ്ഞോടുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. എന്റെ ഒരു ആന്റിയുടെ ജീവിതത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒരു വലിയ സർജറിക്ക് വേണ്ടി പുള്ളിക്കാരിക്ക് ഡോക്ടർ പോസ്റ്റ് ചെയ്തു. പക്ഷെ എന്ത് ചെയ്തിട്ടും പുള്ളിക്കാരി സമ്മതിക്കുന്നില്ല. അദ്ദേഹം അവർ പറയുന്നത്, എനിക്ക് സർജറി വേണ്ട, അതില്ലാതെ എന്റെ ദൈവം രക്ഷിക്കും, പക്ഷേ എനിക്ക് പേടിയാണ്. ഡോക്ടർ പറഞ്ഞു, ഈ സർജറി നടത്തുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അപകടത്തിലാണ്. അങ്കിള് വിളിച്ചു പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണം. എന്ത് ചെയ്താലും സമ്മതിക്കുന്നില്ല. മക്കളെ കുറിച്ച് ഓർക്കുമ്പം പേടിയാ. ഓപ്പറേഷൻ കഴിയുമ്പം ജീവൻ നിലനിൽക്കുമോ എന്ന് അറിയില്ല. ഡോക്ടർ ഒരു ഗ്യാരണ്ടിയും പറയുന്നില്ല. ഇത്ര വലിയൊരു മേജർ ഓപ്പറേഷനാണ്. അപ്പോഴത്തേക്കിന് പറഞ്ഞു, ഈശോ എന്റെ കൂടെയുണ്ട്, ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല, അവിടുന്ന് എന്നെ സംരക്ഷിക്കും. ഈ വാക്കുകൾ ആന്റി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോ എന്റെ കൂടെയുണ്ട്, ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല, അവിടുന്ന് എന്നെ സംരക്ഷിച്ചുകൊള്ളും. ആന്റി പ്രാർത്ഥിച്ചു. 3 ദിവസം ശക്തമായി പ്രാർത്ഥിച്ചു. 4ാമത്തെ ദിവസം അങ്കിളിനോട് പറഞ്ഞു, എനിക്ക് ഓപ്പറേഷന് തയ്യാറാണ്, എനിക്ക് സമ്മതമാണ്. ഓപ്പറേഷൻ പോസ്റ്റ് ചെയ്തു, ഡേറ്റ് ആയി. തലേദിവസം ഞാൻ വിളിച്ചു ചോദിച്ചു, ആന്റി നാളെ ഓപ്പറേഷൻ അല്ലേ, പേടിയുണ്ടോ?
എടുത്ത വായോടെയുള്ള മറുപടി, ഒരു നിമിഷം പോലും ചിന്തിക്കാവുന്നൊരു മറുപടി. അച്ഛനല്ലേ പറഞ്ഞത്, ഈശോ എന്റെ കൂടെ ഉണ്ട്, എന്തിനാ ഭയപ്പെടുന്നത്, അവിടെ തന്നെ കാത്തുകൊള്ളും. ഇതിനേക്കാളും കൂടുതൽ ഒരു സന്തോഷവും സമാധാനവും ധൈര്യവും എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ? ഈശോ എന്റെ കൂടെ ഉണ്ട്. ആന്റിയുടെ ഓപ്പറേഷൻ സമയത്ത് മാതാവ് അടുത്തുണ്ട്, അമ്മ ദേശം എടുത്തുണ്ടാകും. ഈ ഡോക്ടറിലൂടെ ഈശോ തന്നെയാണ് ഈ ഓപ്പറേഷൻ ചെയ്യുവാൻ പോകുന്നത്. അതുകൊണ്ട് ആന്റി പേടിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരം ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, എനിക്കിപ്പോൾ പേടിയില്ല. കാരണം കർത്താവിന്റെ കാര്യം ഏറ്റെടുത്തെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം? സ്നേഹമുള്ളവരെ, ഇത്രയും വലിയൊരു വിശ്വാസം എനിക്ക് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞുകൊടുത്ത് എനിക്ക് പോലും ആ ഒരു അവസരത്തിൽ ഇങ്ങനെ പറയുവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര മേജറായിട്ടുള്ള ഓപ്പറേഷൻ നടക്കുവാൻ പോവുകയാ. ദൈവം എന്റെ കൂടെയുണ്ട്, എന്തിനാ ഭയപ്പെടുന്നത്? അതിനും ശക്തമായി നമ്മോട് പറയും. നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 8-ാമത്തെ വചനം പറയും, കർത്താവിന്റെ മുൻപേ പോകുന്നു, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയില്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. വചനം ശക്തമായിട്ട് പറയുക, കർത്താവ് നിന്റെ മുൻപേ പോകുന്നു. കർത്താവ് നിന്റെ മുൻപേ പോകുമ്പോൾ നിന്റെ ശത്രുക്കളെല്ലാം അവിടുന്ന് തുരത്തി ഓടിക്കുന്നു. നിന്റെ വഴിയിൽ നിനക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാം കർത്താവ് എടുത്തു കളയുന്നു. നിന്റെ പാതയിൽ യാതൊരുവിധ കുഴപ്പവുമില്ലാതെ നിന്നെ സംരക്ഷിക്കുന്നു. നിനക്ക് ധൈര്യമായിട്ട് പോകാം, കാരണം നീ പോകുന്നത് നിന്റെ കർത്താവിന്റെ സംരക്ഷണത്തിലാണ്. അവർ വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയും, അവിടുന്ന് നിന്നെ കൂടെ ഉണ്ടായിരിക്കും. നീ ദൈവത്തിലാണ് ആശ്രയിക്കുന്നെങ്കിൽ, ദൈവത്തിലാണ് നീ പ്രത്യാശ വയ്ക്കുന്നതെങ്കിൽ, ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, അനേകം അനുഭവങ്ങൾ ഈ അൾത്താരയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവം കൂടെ നടന്ന് സംരക്ഷിച്ചതിന്റെ കഥകൾ കേട്ടിട്ടുണ്ട്, സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, വളരെ അത്ഭുതകരമായ വിടുതലുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവം കൂടെ നടന്നപ്പോൾ സംഭവിച്ച അനേകം കാര്യങ്ങൾ. ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദൈവം കേൾക്കുന്ന അനേകം അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് നമ്മുടെ അൾത്താര. വിശ്വാസത്തോടുകൂടെ വിളിച്ചോ, ദൈവം കൂടെയുണ്ട്. വചനം ശക്തമായിട്ട് നമ്മോട് പറയും. നിയമാവർത്തനം 28-7-ാമത്തെ വചനം പറയും, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരെ വരുന്ന നിന്റെ ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ കർത്താവ് തോൽപ്പിക്കും. ഒരു വഴിയിലൂടെ അവർ വരും, നിനക്കെതിരെ വരും. 7 വഴികളിലൂടെ അവർ ഓടിപ്പോകും. കാരണം എന്റെ സാന്നിധ്യം കാണുമ്പോൾ, എന്റെ കൂടെ നീ നടക്കുമ്പോൾ, നിന്റെ ശത്രുക്കൾ നിന്റെ മുന്നിട്ടിട്ട് 7 വഴികളിലൂടെ ഓടിപ്പോകും. സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവിന്റെ നാമം വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഓരോരുത്തരെയും കുറിച്ചാണ് പറയുക. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വലിയ സംരക്ഷണത്തെ കുറിച്ചാണ് പറയുക. കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. പിന്നീട് 33-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ മോശയോട് ദൈവം പറയുക, ഞാൻ നിന്റെ കൂടെ മാത്രമല്ല, ഞാൻ ഈ ജനത്തിന്റെ കൂടെ ഉണ്ടാകും. മോശ ദൈവത്തോട് പറഞ്ഞത് ഇങ്ങനെയാ, നീ ഈ ജനങ്ങളോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ, ഇവരുടെ പാപങ്ങളെ നീ മോചിക്കുന്നില്ലെങ്കിൽ, ഇവരോട് നീ കരുണ കാണിക്കുന്നില്ലെങ്കിൽ, ഈ ദാസന്റെ പേര് നിന്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയണം. മോശ ദൈവത്തോട് പറഞ്ഞതാ, നീ ഈ ജനതയുടെ പാപങ്ങൾ പൊറുക്കുന്നില്ലെങ്കിൽ, ഇവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ, നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് നീ എന്നെടുത്ത് മാറ്റ്. എനിക്ക് വേണ്ട, നീ വരണം. ശക്തമായ മാധ്യസ്ഥം.
നീ വരണം, ഞങ്ങളുടെ കൂടെ വരണം. അപരാധങ്ങൾ ചെയ്തു പോയ ജനമാണിത്, തെരുപുറത്ത ജനമാണിത്, ഹൃദയം കഠിനമാക്കിയ ജനമാണിത്. നിന്നെ വിട്ടുപേക്ഷിച്ച് ദേവൻ മറ്റു ദേവന്മാരുടെ പിറകെ പോയത് ജനമാണിത്. അന്യദേവർക്ക് ബലിയർപ്പിച്ച ജനമാണിത്. പക്ഷെ നീ അവരോട് ക്ഷമിക്കണം. ദൈവം പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ദൈവത്തിന് മുമ്പ് തെറ്റുകൾ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനതയോടെ ഞാൻ വരും, അവിടെ സംരക്ഷകനായി ഞാൻ വരും. ഈജിപ്തിൽ നിന്ന് നിങ്ങളെ മോചിച്ചപ്പോൾ ഞാൻ വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത ഭൂമി സ്വന്തമാക്കുന്നത് വരെ ഞാൻ എന്റെ ജനത്തിന്റെ കൂടെ ഉണ്ടായിരിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇത് ദൈവം നമ്മോട് പറയുന്ന വചനമാണ്. നമ്മുടെ സ്വർഗീയ യാത്രയിലേക്ക്, സ്വർഗത്തിലെ പിതാവിന്റെ സന്നിധിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ദൈവം നമ്മോട് പറയുക, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ പാപം ചെയ്ത വ്യക്തികളാ, നിങ്ങൾ ഉപേക്ഷിച്ചു പോയ വ്യക്തികളാ, നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം തകർന്ന വ്യക്തികളാ, നിങ്ങൾ എന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ, എന്റെ സംരക്ഷണം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളുടെ എല്ലാ തെറ്റുകളും ഞാൻ പുറത്ത് നിങ്ങളുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കും. ദൈവത്തിന്റെ വാഗ്ദാനം. അതിനുമപ്പുറം നമുക്കൊരു വാഗ്ദാനം ലഭിക്കാനുമില്ല. അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അവിടുത്തോട് കൂടെ ജീവിക്കുമ്പോൾ, അവിടുത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം വളരെ വ്യക്തമായിട്ട് വചനം നമ്മോട് പറയുന്നുണ്ട്, ഇസ്രായേൽ ജനതയുടെ കൂടെ ഒരു നിമിഷം നടന്നാൽ ഞാൻ അവരെ നശിപ്പിക്കും. അത്രമാത്രം ദൈവത്തിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയ ഇസ്രായേൽ ജനതയോട് ദൈവം പറയുക, നിങ്ങളുടെ തെറ്റുകൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും. അതേ വചനം നമ്മോടും പറയുന്നു, നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും. ഒരിക്കലും നിങ്ങൾ ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട, നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിശുദ്ധമായ ജീവിതയാത്രയിൽ ഒരിക്കലും നമ്മൾ പറയരുത്, ഞാൻ ഈ യാത്ര നടത്തുന്നത് എന്റെ കഴിവുകൾ കൊണ്ടോ എന്റെ ശക്തി കൊണ്ടോ ആണെന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. എനിക്ക് ലഭിക്കുന്ന നന്മകളെ കുറിച്ച് അഹങ്കരിക്കുന്നത് മൗഢ്യമാണ്. എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷവും അതിനുവേണ്ടി ഞാൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളും ആ പ്രവൃത്തികളിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷവും എന്റേതാണെന്ന് ചിന്തിക്കുന്ന മൗഢ്യമാണ്. എല്ലാം നമുക്ക് നൽകുന്നത് സർവശക്തനായ ദൈവം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും അനുഗ്രഹിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അവിടുന്നാണ് നമ്മുടെ സംരക്ഷകൻ. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ഇസ്രായേൽ ജനതയുടെ പിന്നീടുള്ള ജീവിതത്തെ കുറിച്ച് വായിക്കുമ്പോൾ അവർ പിന്നെയും ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും ദൈവം തന്റെ വാഗ്ദാനം പാലിച്ചു. കാരണം അവിടത്തേക്ക് വാഗ്ദാനം പാലിക്കാതിരിക്കാൻ പറ്റില്ല. ദൈവത്തിന് ഒരിക്കലും തങ്ങളുടെ ജനത്തിനോട് വാഗ്ദാനം ചെയ്ത ജനത്തോട് ആ വാഗ്ദാനത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം അവരെ വാഗ്ദത്ത നാടുവരെ കൊണ്ടു ചെന്നാക്കി താൻ ഏൽപ്പിച്ച് താൻ വാഗ്ദാനം ചെയ്ത ദേശത്തെ കടത്തി വിടുന്നത് വരെ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതുപോലൊരു ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ ഒരു വിശ്വാസത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, മോശയെ പോലെ നമുക്കും പറയാൻ പറ്റണം, നീ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. ഞങ്ങളുടെ കുടുംബത്തിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം, ഈശോയെ, ഞാൻ യാത്രയ്ക്ക് പോവുകയാ, ഞാൻ സ്കൂളിലേക്ക് പോവുകയാ, ഞാൻ ഓഫീസിലേക്ക് പോവുകയാ, ഞാൻ ആവിലാപ്പള്ളിയിലേക്ക് വരികയാ, ഞാൻ ആശുപത്രിയിലേക്ക് പോകുകയാ. അതുകൊണ്ട് നീ എന്റെ കൂടെ ഉണ്ടാവണം. എന്റെ ഓരോ കാര്യങ്ങളും നീ കൂടെ ഉണ്ടാവണം. ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ, ഞാൻ സഞ്ചരിക്കുമ്പോൾ നീ കൂടെ ഉണ്ടാവണം. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തി അനുഗ്രഹിക്കുവാൻ നീ കൂടെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കരുത്. കാരണം ഞങ്ങൾ തെറ്റിപ്പോകും, ഞങ്ങൾക്കത് പൂർത്തീകരിക്കാനാവില്ല. നീ ഉദ്ദേശിക്കുന്ന പോലെ അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്കുണ്ടാവില്ല.
അതുകൊണ്ട് നീ കൂടെ ഉണ്ടാവണം. രോഗമായിക്കൊള്ളട്ടെ, കർത്താവോട് പറയണം നീ കൂടെ ഉണ്ടാവണം. ദുരിതമായിക്കോട്ടെ, പറയണം കർത്താവേ ദുരിതമാണ്, നീ കൂടെ ഉണ്ടാവണം, സംരക്ഷിക്കണം. സാമ്പത്തിക ഞെരുക്കമുണ്ട്, കർത്താവോട് പറയണം കർത്താവേ സാമ്പത്തിക ഞെരുക്കമുണ്ട്, കൂടെ ഉണ്ടായിരിക്കണം, അകന്നു പോവരുത്. ജീവിതത്തിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളാവാം, തെറ്റിദ്ധാരണകളാകാം, വിഷമകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാകാം. ചേർന്ന് വിളിച്ച് പറയണം കർത്താവേ കൈവിടരുത്, കൂടെ ഉണ്ടാവണമേ. ദൈവം നമുക്ക് കൂടെ ഉണ്ടാവും. എത്രയോ ബൈബിൾ ഉദാഹരണങ്ങളുണ്ട് നമുക്ക് കൂടെ നടക്കുന്ന ദൈവത്തെ. നിന്റെ കൂടെ ഉണ്ടെങ്കിൽ മോശ തന്നെ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇസ്രായേലിന്റെ അടുത്തേക്ക് പോകും, ഞാൻ വിക്കനാണ്. ദൈവം പറഞ്ഞു നീ പൊക്കോ, ഞാനാ നിന്റെ കൂടെയുള്ളത്. പക്ഷെ ധൈര്യമായിട്ട് പോയി, ഞാനാ നിന്റെ കൂടെയുള്ളത്. പ്രവാചകരോട് പറഞ്ഞു നീ പോയി പ്രവചിക്കുക. പ്രവാചകൻ പറഞ്ഞു ഇല്ല, ഞാൻ പോകില്ല. ദൈവം പറഞ്ഞു നീ പോണം, ഞാൻ നിന്നെ വിശുദ്ധീകരിക്കും, ഞാൻ നിന്നെ നാവിനെ നിർമ്മലമാക്കും. സ്വർഗത്തിൽ നിന്ന് ഒരു തീക്കനലെടുത്തുകൊണ്ട് പ്രവാചകന്റെ നാവിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു നീ പൊക്കോ, കാരണം ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് ലൂക്കാസ് വിശേഷകൻ പറയും, അവൻ കൂടെയുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണ കാലഘട്ടമായിരുന്നത്. വിശ്വസിച്ച് കൂടെ നടന്നവൻ, തങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് നടന്നവൻ, അവന് വേണ്ടി എല്ലാം പരിത്യജിച്ചവൻ, എല്ലാത്തിനും വേണ്ടി അവന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ കൂടെ നടന്നവൻ ഇന്നിവിടെ. അതുകൊണ്ട് ഞങ്ങൾ ഇതാ പോകുന്നു, തങ്ങളുടെ ദേശങ്ങളിലേക്ക്, തങ്ങളുടെ പഴയ ജീവിത അവസ്ഥയിലേക്ക് പോകുന്നു. പക്ഷെ ദൈവം അവരെ വിട്ടില്ല. എന്റെ കൂടെ നടന്നവരുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കണം. എന്റെ കൂടെ ഉണ്ടായിരുന്നവരെ സംരക്ഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ അവരുടെ ദൈവമെന്ന് എങ്ങനെ പറയും? കൂടെ പോയി നിന്നുകൊണ്ട് പറഞ്ഞു ഞാനാണ് ദൈവം. കണ്ണുകൾ തുറന്നു, വചനത്തിന്റെ അഗ്നി അവരുടെ ഹൃദയത്തിൽ ജ്വലിച്ചു. തിരിച്ചുപോയ സഹോദരങ്ങളോട് ചേർന്നുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്തുപറ്റി? കൂടെ ദൈവമുണ്ടായിരുന്നപ്പോൾ അവരുടെ ജീവിതത്തില് സ്നേഹത്തിന്റെ അഗ്നി കത്തി, അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, ബുദ്ധി പ്രകാശിക്കപ്പെട്ടു. അവർ തിരിച്ചോടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. ഇന്ന് കർത്താവ് കൂടെയുണ്ടെങ്കിൽ, അവിടുത്തെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്നുണ്ടെങ്കിൽ, അവിടുത്തെ വചനം നമ്മുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കുന്നെങ്കിൽ തിരിച്ചു പോകണം നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ അടുത്തേക്ക്, നമ്മുടെ സംരക്ഷകൻ ഏറ്റെടുത്ത ദൈവത്തിന്റെ അടുത്തേക്ക്, നമ്മളെ സംരക്ഷിച്ച കൂടെ നടത്തുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക്. ഇസ്രായേൽ ജനത മനം മറന്ന പാപങ്ങളെ ഉപേക്ഷിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി തിരിച്ചു ചെന്നതുപോലെ നമുക്കും തിരിച്ചു ചെല്ലണം നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. പറയണം കർത്താവേ ഞാൻ തെറ്റ് ചെയ്തു, ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ അകന്നുപോയി, ഇന്ന് നിന്റെ മകൻ എന്ന് വിളിക്കാൻ യോഗ്യനല്ല, ദാസനായി എന്നെ സ്വീകരിക്കണം. അപ്പം പറയും നീ എന്റെ ദാസനല്ല, നീ എന്റെ മകൻ തന്നെയാ. കെട്ടിപ്പിടിച്ചുമ്മ വെച്ച് അവൻ നമ്മളെ ആശ്ലേഷിച്ച് കൂടെ കൂട്ടും, ദാസനായിട്ടല്ല മകനായിട്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കപ്പെടുക. നമ്മൾ സ്വാതന്ത്ര്യത്തിനെ ആഘോഷിക്കുക. കെട്ടുകളേറെയുണ്ട് നമുക്ക് ആത്മീയ തലങ്ങളിൽ. വിട്ടുകൊടുക്കാൻ, അതിനെ മുറിച്ചു കളയാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിക്കല്ലാതെ മറ്റൊന്നിനും സാധിക്കില്ല. നമുക്കറിയാം ഒത്തിരി സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമുണ്ട് ആത്മീയ തലങ്ങളിൽ. ഭൗതിക തലത്തിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതിന്റെ മേന്മയെക്കുറിച്ചും നമുക്ക് വളരെ വ്യക്തമായ ധാരണകളുണ്ട്. പക്ഷെ ആത്മീയമായിട്ട് ലഭിക്കേണ്ട അനേകം വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ഒരു ബോധ്യത്തിലേക്കാണ് ഇന്ന് നമ്മളെ കൊണ്ടുവരിക. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ ഇതുപോലുള്ള അനേകം കെട്ടുകളെ പൊട്ടിച്ചെറിയുന്നവർക്ക് മാത്രമേ അമ്മയെ പോലെ സ്വർഗത്തിലേക്ക് ആരോഹണം, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ പറ്റുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
നമ്മളും അമ്മ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരിക്കൽ കടന്നു പോവേണ്ടവരാണ്. ഈ ലോകത്തിന്റെ കെട്ടുകൾ നമ്മളെ ഈ ലോകവുമായിട്ട് ബന്ധിച്ചിട്ടാൽ അമ്മയെപ്പോലെ സ്വർഗത്തിലേക്ക് നമ്മൾ എടുക്കപ്പെടുകയില്ല എന്നൊരു ബോധ്യം നമുക്ക് തരികയാണ് ഈ തിരുനാള്. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവം ആഗ്രഹിക്കുന്ന മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വരിക. ആ മക്കളുടെ സ്വാതന്ത്ര്യം തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാത്തിനും നമ്മൾ വിച്ഛേദിച്ച് കളയുക. അങ്ങനെ ദൈവാത്മാവോട് ചേർന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ. അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും. അവൻ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. അവൻ നമ്മളെ കൊണ്ട് അഭിമാനം കൊള്ളണം. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമായി തീരുവാൻ നമ്മളെ ദൈവം ഇന്ന് ഈ ദിനം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഈ കൃപ നമുക്ക് സാധിച്ചു തരുവാൻ കൃപയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അമ്മയിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനപുരുകെ സ്തുതിക്കട്ടെ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ, വലിയൊരു അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ഈശോ കൂടെ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇല്ലെങ്കിൽ ഞാൻ എവിടെ പോകാനാണ് കർത്താവേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ഈശോ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് സ്തുതിക്കട്ടെ, ഒരേ മനസ്സോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ഈശോ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് നമ്മളെ ചെറിഞ്ഞ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമ്മിലേക്ക് വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതിച്ച് ആത്മാവിന്റെ നിറവിന് വേണ്ടി, ആത്മാവിന്റെ വരവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ഈശോയുടെ പരിശുദ്ധാത്മാവിനെ ജനത്തിന് മേലങ്ങ് അയക്കണം കർത്താവേ. പ്രഭാതത്തിൽ അങ്ങയുടെ സഭയിൽ ഒരുമിച്ച് വന്നിരിക്കുന്ന ദൈവമക്കളിലേക്ക് നമ്മുടെ പരിശുദ്ധാത്മാവിനെ കാറ്റായി അയക്കണമേ, തീയായി അയക്കണമേ. എല്ലാവരും നിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ, കൂട്ടായ്മയിൽ ഒന്ന് ചെയ്യുവാൻ, വിശുദ്ധതയോടെ ജീവിക്കുവാനും കൃപ തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ പ്രശംസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവെ സ്തുതിക്കട്ടെ. കാറ്റാകണം ഇതിലേക്ക് ഒഴുകണം. കാറ്റാകണം ഇപ്പാരിൽ മുഴുവൻ നിറയണം. എല്ലാ വിധത്തിലുള്ള അന്ധകാര ശക്തികളെ എടുത്തു മാറ്റണം. ഈശോയെ ആത്മാവിന്
ഞങ്ങളിലേക്ക് വർഷിക്കണം. പരിശുദ്ധാത്മാവിനെ വർഷിക്കണം. എല്ലാവരും ആത്മാവിന്റെ നിറവാൻ കൃപയാകണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. സ്തുതിക്കട്ടെ. ശബ്ദമേറ്റ് സ്തുതിക്കട്ടെ. ആത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി ഏറെ പ്രതീക്ഷിച്ച് സ്തുതിക്കട്ടെ. ആത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഈശോയെ ആരാധന. ഹല്ലേലൂയ. ചേർന്ന് വിളിക്കാം. ഈശോയെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ നമ്മളെ അനുഗ്രഹിക്കുന്നവന്റെ നാമം, നമ്മളെ സംരക്ഷിക്കുന്നവന്റെ നാമം, നമ്മുടെ കൂടെ വിളിക്കുന്നവന്റെ നാമം, ഒരിക്കലും പിരിയാത്ത സ്നേഹിതന്റെ നാമം, നമ്മുടെ വ്യക്തികളെ പൊറുക്കുന്നവന്റെ നാമം, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവന്റെ നാമം, വിശേഷങ്ങളുടെ ആശ്വാസമായവന്റെ നാമം. ശക്തിയോടെ വിളിക്കട്ടെ. നമ്മുടെയും ആശ്വാസത്തിന്റെ നാമം, സംരക്ഷണത്തിന്റെ നാമം. ശക്തിയോടെ വിളിക്കട്ടെ. മനോവരിൽ വിളിക്കട്ടെ. ദശമൂഹരുടെ അഭിഷേകത്തോടെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം. ഈശോയെ കരങ്ങളടിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം. ഈശോയെ ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാറ്റിച്ചവിട്ടി സന്തോഷത്തോടെ മുഖത്തേക്ക് നോക്കി ഉച്ചരിച്ച് ആത്മാവിൽ പൂർണ്ണരായി ശക്തിയോടെ സ്തുതിക്കട്ടെ. വചനം തോന്നു തീരാറായി, സ്നേഹം വരവാറായി, വചനം തോന്നു തീരാറായി. ദൈവാലോചനയണയൂ, വേഗമണയൂ, വേഗമണയൂ, വീണ്ടുമേകൂ ജീവൻ ആകാകണേ, എൻ ശ്വാസമാകണേ, ആകാകണേ, ഈ പാരി നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പ്രാർത്ഥന കേൾക്കണമേ, വരങ്ങളേണമേ. പ്രാർത്ഥന കേൾക്കണമേ, വരങ്ങളേണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് സ്തുതിക്കട്ടെ. മനോവരികൾ സ്തുതിക്കട്ടെ. എല്ലാ നന്മകളെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ അമ്മയെ നമുക്ക് തന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയെ ശരീരത്താലും ആത്മാവിനാലും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്വർഗത്തില് വലിയൊരു മധ്യസ്ഥയായി അമ്മയെ തന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ അമ്മയോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ അമ്മ നമ്മളിലേക്ക് ഈശോയോട് കൊണ്ടുവരുന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രാർത്ഥന പോലും കേൾക്കാതെ ഇരിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയോട് ചോദിച്ചൊന്നും നമുക്ക് നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഈശോ നമുക്ക് തരാതിരുന്നിട്ടില്ല. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അമ്മയെ നമുക്ക് തന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ രാജ്ഞിയായി, ഭൂമിയുടെ രാജ്ഞിയായി, നമ്മുടെ ഭവനങ്ങളുടെ രാജ്ഞിയായി ദൈവം നമുക്ക് അമ്മയെ തന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളെ ഓർത്ത് സ്തുതിക്കട്ടെ. എല്ലാവിധ കൃപകളാലും നമ്മുടെ ഭവനങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവിധ വിപത്തുകളിൽ നമ്മുടെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാലവർഷക്കെടുതികളിൽ നിന്ന് നമ്മുടെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രതികൂലമായ കാലാവസ്ഥകളിലും നമ്മൾക്ക് യാതൊരുവിധ കുഴപ്പമില്ലാതെ നമ്മളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം. ഈശോയെ നാം ചോന്ന് വിളിക്കാം. ഈശോയെ വിളിക്കട്ടെ. സ്വർഗം തുറക്കുന്നവന്റെ നാമം, പാപങ്ങൾ ഭക്ഷിക്കുന്നവന്റെ നാമം, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവന്റെ നാമം, നമ്മുടെ കണ്ണുനീരൊപ്പിയെടുക്കുന്നവന്റെ നാമം, നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്തവന്റെ നാമം, നമ്മുടെ കൂടെ നടക്കുന്നവന്റെ നാമം, അകന്നു പോയാലും നമ്മളെ ചേർത്ത് പിടിക്കുന്നവന്റെ നാമം, നമ്മുടെ കണ്ണുനീരിനെ ഒപ്പിയെടുക്കുന്നവന്റെ നാമം, നമുക്ക് രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്നവന്റെ നാമം, സമാധാനമില്ലാത്ത അവസ്ഥയിൽ സമാധാനം നൽകുന്നവന്റെ നാമം, തെറ്റുഭാഗങ്ങളെ മാറ്റുന്നവന്റെ നാമം, തെറ്റുപോയ ബന്ധങ്ങളെ കോർത്തിണക്കുന്നവന്റെ നാമം, പോയ ബന്ധങ്ങൾക്ക് പുതിയ അർത്ഥം നൽകുന്നവന്റെ നാമം, നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ വീണ്ടെടുക്കുന്നവന്റെ നാമം, ശക്തിയോടെ വിളിക്കട്ടെ. അനുഗ്രഹദാതാവിന്റെ നാമം വിളിക്കട്ടെ. ഓരോ വർഷം അനുഗ്രഹിക്കുന്നവന്റെ നാമം വിളിക്കട്ടെ. ശക്തിയോടെ വിളിക്കട്ടെ. കരങ്ങളടിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം. ഈശോയെ നന്ദി. ഈശോ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് സ്തുതിക്കാം. എല്ലാവരും ശക്തമായി കരങ്ങളടിച്ച് നീയാകണേ എന്നാളമാകണേ, നീയാകണേ ഈ പാരിൽ നിറയണമേ, നീയാകണേ എന്നാളമാകണേ, നീയാകണേ ഈ പാരിൽ നിറയണമേ, നീയാ ശുദ്ധി ചെയ്യണമേ, നീയാ ഇരുളു നീക്കണമേ, നീയാ ശുദ്ധി ചെയ്യണമേ, നീയാ ഇരുളു നീക്കണമേ, ദൈവാരോഗ്യ അണയൂ വേഗമണയൂ വേഗമണയൂ വിന്ദുനേവോ ാകണേ എൻ ശ്വാസമാകണേ, ാകണേ ഈ പാറിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ പരനിറയണമേ, പരിശുദ്ധാത്മാവേ പരനിറയണമേ, പ്രാർത്ഥന കേൾക്കണമേ, വരനേകണമേ, പ്രാർത്ഥന കേൾക്കണമേ, വരനേകണമേ. ഹല്ലേലൂയ 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 നമ്മൾക്ക് നന്ദി പറഞ്ഞു. എല്ലാ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അറിവ് തന്നെ നമ്മുടെ സംരക്ഷണത്തിനെ ഓർത്ത് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ദൈവം നമ്മൾ വർഷിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയാം. പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ത്തിന്റെ കീഴിലായിരുന്നല്ലോ നമ്മൾ. മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തിലേക്ക് ഇവിടെ നമ്മളെ ക്ഷണിച്ചു. പരിശുദ്ധമ്മയെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് വലിയൊരു മധ്യസ്ഥയായ സ്വർഗത്തിൽ അമ്മയെ നമുക്ക് നൽകി. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ
ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. ഒരു പ്രാർത്ഥന പോലും നിഷേധിക്കപ്പെടില്ല. ഈശോ എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക. മോശെ അങ്ങനെ ചെയ്തത്. എന്റെ കൂടെ വരണ്ട, ഞങ്ങളുടെ കൂടെ വരണം. മോശെ അതാ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരുടെയും നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അത് ലഭിച്ചു എന്ന് വിശ്വസിക്കാം. ഇവിടെ കൂടെയുണ്ടവൻ, നീ കൂടെയുണ്ട്. നിങ്ങൾ ഒരിക്കലും ഭഗ്നാശരാകില്ല, നിരാശരാകില്ല, പിന്തിരിഞ്ഞോടില്ല. ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. മനമുരുകി പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന് വിളിക്കാം. ഈശോ പ്രാർത്ഥന കേൾക്കും, വിളി കേൾക്കും, ഉത്തരം നൽകും, ആശ്വസിപ്പിക്കാം. ആമേൻ.